എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല കിടിലൻ രുചിയിലുള്ള ഒരു അച്ചാറാണ് കേട്ടോ, വടുകപ്പുളി അച്ചാർ. അപ്പോൾ അതാ നല്ല പച്ച കളറിലുള്ള വടുകപ്പുളി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടോ. ഇനി നമുക്ക് അച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല നാടൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഉണ്ടമുളകായിരുന്നു, അപ്പോൾ അതിനെ ഞാനിങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും രണ്ടായി മുറിച്ചിട്ടുണ്ട്. ഇഞ്ചി പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു കറിനാരങ്ങയിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനിവിടെ വടുകപ്പുളിയെന്നും കറിനാരങ്ങ എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ്. ഓണം സ്പെഷ്യൽ കറിനാരങ്ങ അച്ചാറാണ് കേട്ടത്. ഇനി ഇതാ നമുക്ക് കുറച്ച് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീഞ്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയായിരിക്കും കേട്ടോ അച്ചാറിന് കൂടുതലും രുചിയും മണവും ഒക്കെ കിട്ടുന്നത്. ഇതാ നമുക്ക് കുറച്ചധികം തന്നെ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കണം. ഞാൻ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉലുവ ചേർക്കുമ്പോഴേ ശരിക്കും പൊട്ടിയിലിങ്ങനെ ഈ അച്ചാറിനൊരു കയ്പ്പ് രുചി ഉണ്ടാവും കേട്ടോ. കുറച്ച് വറ്റമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഞാൻ സിമ്മിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴേ മുളകൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒത്തിരി ഇടുന്നുണ്ട് കേട്ടോ. എത്ര വെളുത്തുള്ളി ഇട്ടാലും അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിരിയ മുളക് പൊടിയാണ് കേട്ടോ. നമുക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർക്കാം. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ല റെഡിഷ് കളറിലായിട്ടായിരിക്കും നമ്മുടെ അച്ചാർ കിട്ടുന്നത്. ഇനി കുറച്ച് അച്ചാർ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി എക്സ്ട്രാ കായമൊന്നും ചേർക്കണില്ല, കാരണം ഈ അച്ചാർ പൊടി ഇടുമ്പോൾ നമുക്ക് ഓൾറെഡി ആ കായത്തിൻ്റെ രുചി മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൊറുക്ക് അല്ലെങ്കിൽ വിനാഗിരി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ചൊറുക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിനാരങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് തിളച്ച് മറിയുന്ന ചൊറുക്കയിലേക്ക് ഈ കറിനാരങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ വടുകപ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയിൽ കിടിലൻ രുചിയുള്ള അച്ചാറാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം.